തട്ടിക്കൂട്ട് വ്ളോഗ്സാണ് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൊയൽ റോസ്റ്റാണ് കേട്ടോ. മൊയൽ റോസ്റ്റിന് വേണ്ടി മൊയിലിറച്ചി നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മുടെ ആളൂരുള്ള സിന്തോ ചേട്ടനാണ്. നമുക്ക് നേരെയുള്ള ഫാമിലേക്ക് പോകാം, അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, വാ. ആളൂരുള്ള നമ്മുടെ സിന്തോ ചേട്ടൻ്റെ റാബിറ്റ് ഫാമിലിയാണ്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഫാമിലി എന്നിട്ട് കാണാം. ഓക്കെ, വാ. ഇതാണ് നമ്മുടെ സിന്തോ ചേട്ടൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിന്തോ ചേട്ടൻ്റെ മൊയൽ ഫാമിലാണ്. ഒരു മൊയലിനെ നമുക്ക് ആൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മേടിക്കാൻ വന്നതാണ്. അപ്പോൾ ഫാം കണ്ടപ്പോൾ നമ്മൾ ഉള്ളിലത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കയറിയതാണ്. ബാക്കി വിശേഷങ്ങൾ സിന്തോ ചേട്ടൻ തന്നെ പറയുന്നതായിരിക്കും. സിന്തോ ചേട്ടൻ ഇത് ഏത് എത്തിപ്പെട്ട മൊയലാണ്? നമ്മളത് കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫാം ഉണ്ട്. അത് നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് കുറച്ച് 35 കിലോമീറ്റർ നമ്മൾ ഹൈ റേഞ്ച് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് നല്ല ബ്രീഡുകൾ, അത് പ്യുവർ ബ്രീഡുകൾ കിട്ടാവുന്നൊരു കേന്ദ്രമാണ്. അത് നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ വളരെ അപൂർവമാണ്. അവിടെ നമ്മൾ ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നത്. ഏകദേശം ഒരു 6 മാസത്തോളം ബുക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റ് ജയന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമാണ്. നല്ല ഇനം മൊയിലുകളാണെന്നുള്ള എല്ലാം നമ്മൾ ഇറച്ചി ആവശ്യങ്ങൾക്കാണ്. അതായത് നമ്മൾ മൊയിലിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിക്കാണ് വളർത്തേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആളുകൾക്ക് മാർക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ വിപണിക്ക് ബുദ്ധിമുട്ടുണ്ട്, കൊറോണ കാരണം കൊണ്ട് വിറ്റ് പോകുന്നില്ല എന്നൊക്കെ ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരുപാട് ഇറച്ചിക്ക് തിരിച്ച് ഓർഡർ കിട്ടുന്നുണ്ട്. അത് ഇറച്ചിക്ക് എടുക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയും ഇത് കൊണ്ടുപോക്കോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഇവിടെ എങ്ങനെയാണ് ഇവരെ സെയിൽ ചെയ്യുന്നത്? അതായത് കുഞ്ഞുങ്ങളാണോ അല്ലെങ്കിൽ മീറ്റ് ആയിട്ടാണോ, എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? ശരിക്കും ഞാൻ 2 രീതിയിലും സെയിലിംഗ് ഉണ്ട് നമുക്ക്. ചേട്ടൻ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. കുക്കിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഒരു മൂല്യവർദ്ധിത വസ്തുവിനാണ് എപ്പോഴും മാർക്കറ്റ് ഉള്ളത്. അത് ശരിയാണ്. അപ്പൊ ആൾക്കാർക്ക് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ റീസെന്റ് നമ്മൾ കുറച്ച് പേർക്ക് കൊടുത്തിട്ട് അവർ ഈ കോഴി വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തത് ഷാപ്പിൽ വെക്കുന്ന പോലെ, ഷാപ്പ് രുചികൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നിങ്ങളൊക്കെ വെക്കുന്ന പോലെ അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള രുചികളിൽ വെച്ചാലാണ് ഓരോ മീറ്റിനും അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉള്ളത്. അപ്പൊ നമ്മൾ മൊയിലിറച്ചി വെക്കുമ്പോൾ ചിലർ ജീരകം കൂട്ടിയിട്ട് വെക്കും, ചിലർ കുരുമുളക് ഇട്ട് വെക്കും, ചിലർ പച്ചക്കുരുമുളക് ഇട്ട് വെക്കുന്നവരുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സിന്തോ ചേട്ടനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആളെല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ മൊയില് കുഞ്ഞുങ്ങളെ മേടിക്കുകയാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പുള്ളിയുടെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം നമ്മൾ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു മൊയിലിനാണ് നമുക്ക് സിന്തോ ചേട്ടൻ ഇന്ന് സ്പോൺസർ ചെയ്ത് തരുന്നത്. ഇതിനാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോണത് കേട്ടോ. അച്ഛന്മാരങ്ങനെ നമ്മുടെ മൊയിലിനെ സിന്തോ ചേട്ടൻ നല്ല ക്ലീൻ ആക്കി വൃത്തിയാക്കി തീരെ പരുവത്തിലാക്കി തന്നിട്ടാ. ഇനി കട്ട് ചെയ്ത് അടിപൊളിയാക്കി തരാന്ന് പുള്ളി പറഞ്ഞത്. നമുക്ക് ബാക്കി ഇനി കട്ട് ചെയ്ത് കാണാം കേട്ടാ. അച്ഛന്മാരെ നമുക്കങ്ങനെ സിന്തോ ചേട്ടൻ മൊയിലിറച്ചിയൊക്കെ കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആക്കി കവറിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യാട്ടാ. നമ്മുടെ മൊയിലിറച്ചി കഴുകി വൃത്തിയായിട്ട് കറി വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെയാലോ. നമ്മുടെ അടുപ്പിൽ വിറക് നന്നായിട്ട് കത്തിയിട്ട് നമുക്ക് ഇനി ഉരുളി വെച്ചാലോ. നമ്മുടെ ഉരുളി ചൂടായിട്ട് നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ. നമ്മുടെ വെളിച്ചെണ്ണ അങ്ങനെ ചൂടായിട്ടാ നമുക്ക് ഇനി ഒരു സവാള കുനുകുനായിരിക്കും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് കിടന്ന് മൂക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് 1/2 കിലോ ചെറുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ച്, 10 കാന്താരി മുളക് ചതച്ച്, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടാട്ടാ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് കിടന്ന് വാടറാട്ടത്. ഇതിലേക്ക് നമുക്ക് ഇനി ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം 2 തക്കാളി കുനുകുന അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് കീറി വെച്ചത് കേട്ടോ. പിന്നെ നാളികേര കുനുകുന കൊത്തി അരിഞ്ഞ സാധനം നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി നന്നാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം വേപ്പില ഇങ്ങനെ കീറിയിടരുത് 4 നന്നായിട്ട് ഇളക്കാട്ടാ.
അങ്ങനെ നമ്മുടെ സവാള ഉള്ളിലേക്ക് നന്നായിട്ട് മൂത്തുന്നിട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട പൊടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല. ഇത്ര സാധനങ്ങൾ ഇനി ഇതിൽ ആഡ് ചെയ്യാൻ പോകാൻ കേട്ടോ. നന്നായിട്ട് ഇനി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മൊയിലിറച്ചി അങ്ങോട്ട് തട്ടാൻ പോകാൻ കേട്ടോ. അച്ചാലും മുച്ചാലാണ്ട് ഇളക്കാൻ പറ്റും. നമ്മുടെ ഇറച്ചിന് നന്നായിട്ട് വേവാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇറച്ചി വെള്ളത്തിൽ നന്നായിട്ടാണ് മുങ്ങി കിടക്കണം കേട്ടോ. എന്നാലും നന്നായിട്ട് ശരിക്കാണ്ട് വേവുള്ളൂ. ഇത് അച്ചാലും മുച്ചാലാണ്ട് ഇളക്കാണ്ട് നമുക്കിനി ഒരു വാഴ വെച്ച് മൂടാട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ സ്മെല്ലൊക്കെ ഇറച്ചിമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 10-20 മിനിറ്റ് അവിടെ കിടന്നാണ്ട് തിളക്കിട്ടാ ഇറച്ചി. നമ്മുടെ മൊയിലിറച്ചി അങ്ങനെ കിടന്ന് നന്നായിട്ട് തിളക്കിട്ടാ. നമുക്കൊന്ന് ഉപ്പ് നോക്കിയാലോ. ഉപ്പും മസാലയൊക്കെ നല്ല സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അവിടെ കിടന്ന് തിളക്കട്ടെ. കുറച്ച് നോക്കാം. ഞാൻ നമ്മുടെ മൊയിൽ റോസ്റ്റ് ഏകദേശം അങ്ങനെ റെഡി ആയിട്ടാ. ഇനി വെള്ളം ഇത്തിരി കൂടി മാറ്റാനുള്ളൂ. എന്നിട്ട് ടേസ്റ്റ് നോക്കട്ടെ. ഇത് സൂപ്പർ. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പെരിഞ്ചീരകം ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കാട്ടോ. അപ്പം മച്ചാൻ പറഞ്ഞ് നമ്മുടെ മൊയിൽ റോസ്റ്റ് റെഡി ആയിട്ട് നമുക്കിനി കഴിച്ചു നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇതിൻ്റെ മുകളിൽ മല്ലിയില കൂടി വരുമ്പോൾ വേറെ ടേസ്റ്റ് ആണ്. അപ്പം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മച്ചാൻ പറഞ്ഞ് നമ്മുടെ മൊയിലിറച്ചി നമ്മുടെ കൊലമച്ചാൻ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. കഴിച്ചു നോക്കി. സൂപ്പർ സാധനം ദിവ്യ. മോചിച്ചില്ല ഇമ്മാതിരി മോചിച്ച് വേറെ എവിടെയും കിട്ടില്ല. കിടു സാധനം. എരിവും മസാല കിട്ടില്ല, ഒന്നും പറയാനില്ല. കിടുവായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാ മസാലകളും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പ് കറക്റ്റ് എല്ലാം അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കേട്ടോ. ചാക്കപ്പം നീ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞേ. സംഭവം അടിപൊളി. നല്ല കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെ ഒക്കെ മണം ടേസ്റ്റും അതേപോലെ തന്നെ പക്ക ഷാപ്പിലെ കറി. സൂപ്പറായില്ലേ? പൊളി സാധനം, ഒന്നും പറയില്ല, സെറ്റ്. സൂപ്പറായിട്ട് കേട്ടോ സംഭവം. അപ്പോൾ മച്ചാൻ പറയാം, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തുക. ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.